രാജു, എനിക്ക് ഈ ശബ്ദതരംഗങ്ങൾ എന്ന പാഠഭാഗം പഠിക്കുമ്പോൾ തലവേദന എടുക്കുന്നു. ഈ ദോലനം, ആയതി, പിരീഡെന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരുതരം കമ്പനം. ഹോ, നിന്റെ തലയോട്ടിയുടെ സ്വാഭാവിക ആവൃത്തിയും ഈ പഠനത്തിന്റെ ആവൃത്തിയും തമ്മിൽ അനുനാദമുണ്ടായി കാണും. അതായിരിക്കും ഈ കമ്പനം അഥവാ തലവേദന. അടങ്ങിയിരിക്കടാ. അപ്പോൾ മിക്സി ഓൺ ചെയ്യുമ്പോൾ മേശയും വൈബ്രേറ്റ് ചെയ്യുന്ന പോലെ എന്റെ തലയും വൈബ്രേറ്റ് ചെയ്യുന്നതാണോ ഈ അനുനാദം? ഏകദേശം അതുതന്നെ. മിക്സി മേശയെ പ്രണോദിത കമ്പനം ചെയ്യിക്കുകയാണ്. അതായത് ഒരാൾ കാരണം മറ്റൊരാൾ കമ്പനം ചെയ്യുന്നത്. നിന്നെ ഞാൻ ചിരിപ്പിച്ച് അവസാനം ചിരിയുടെ ആയതി കൂട്ടിയെടുക്കും. ഓഹോ, അപ്പോൾ ഈ ഊഞ്ഞാലാട്ട എങ്ങനെ എണ്ണണം എന്നുള്ള ആ തുടക്കത്തിലെ സംശയം. ഒരു ദോലനം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വരുന്നത് ശരി, പക്ഷെ എവിടുന്നാണോ തുടങ്ങിയത് അതേ ദിശയിൽ തിരിച്ചു വരുന്നത് ഒരു ദോലനം. അതെ, ഒരു മിനിറ്റിൽ 30 ദോലനം ചെയ്യുന്ന പെൻഡുലം ഒരു ദോലനം ചെയ്യാൻ 2 സെക്കൻഡ് എടുക്കും. അതായത് അതിന്റെ പിരീഡ് 2 സെക്കൻഡ്. നിനക്ക് വേണ്ടി പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ അരമണിക്കൂർ എടുത്താൽ അതിന്റെ പിരീഡ് എത്രയായിരിക്കും? നീ ഉറങ്ങിപ്പോകൂ വരാതെ. ഓ പിന്നെ, അപ്പോൾ ഈ പിരീഡും ആവൃത്തിയും തമ്മിൽ ഒരു ബന്ധമുണ്ടല്ലോ. ഒന്ന് കൂടുമ്പോൾ മറ്റേത് കുറയുമെന്ന്. സത്യം. ഒരു സെക്കൻഡിൽ എത്ര ദോലനം, അതാണ് ആവൃത്തി. ഹെഡ്സ് എന്ന മഹാന്റെ പേരിലാണ് അതിന്റെ യൂണിറ്റ്. അദ്ദേഹത്തോട് നന്ദി പറയണം. കാരണം റേഡിയോയും ടിവിയും എല്ലാം ഉണ്ടാക്കാൻ ഒരു അടിസ്ഥാനമിട്ടത് അദ്ദേഹമാണ്. അപ്പോൾ ശബ്ദതരംഗം എന്ന് പറയുന്നത് ഒരു പ്രത്യേകതരം തരംഗമാണോ? എപ്പോഴും സഞ്ചരിക്കാൻ ഒരു മീഡിയം വേണമെന്ന് പറഞ്ഞല്ലോ. അതുതന്നെ. ശബ്ദം അനുദൈർഘ്യ തരംഗമാണ്. അതായത് ഞാൻ സംസാരിക്കുമ്പോൾ എന്റെ ശബ്ദം വായുവിലെ കണികകളെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി നീക്കും, ശബ്ദം പോകുന്ന അതേ ദിശയിൽ. ചിലപ്പോൾ വീട്ടിൽ നിന്റെ സംസാരം കേട്ട് ആളുകൾ ജനൽ തുറന്നിടാറില്ലേ? അത് നീ വായുവിനെ തള്ളി നീക്കുന്നതുകൊണ്ടാ. നിന്റെ സംസാരം കേട്ട ആളുകൾ ജനൽ അടച്ചിടാറുമുണ്ട്. അപ്പോൾ പ്രകാശതരംഗത്തിന് മീഡിയം വേണ്ടല്ലോ. അത് അനുപ്രസ്ഥ തരംഗമാണോ? കൃത്യമായി പറഞ്ഞു. പ്രകാശതരംഗത്തിൽ കണികകൾ തരംഗം പോകുന്ന ദിശയ്ക്ക് ലംബമായി കമ്പനം ചെയ്യും. അതൊരു പാമ്പെഴിഞ്ഞു നീങ്ങുന്നത് പോലെയാണ്, മുകളിലേക്കും താഴേക്കും. ഓ, അപ്പോൾ ഈ ശബ്ദം ചുവരിലൊക്കെ തട്ടി തിരിച്ചു വരുന്നത് ശബ്ദത്തിന്റെ പ്രതിപതനമാണല്ലോ. മിനുസമുള്ള പ്രതലങ്ങളിൽ നന്നായി പ്രതിഫലിക്കുമെന്നും ഹാള് പോലുള്ള സ്ഥലങ്ങളിൽ വളഞ്ഞ സീലിംഗുകൾ ഉപയോഗിക്കുന്നത് ശബ്ദം എല്ലായിടത്തും എത്താനാണെന്നും പഠിച്ചു. അതെ, ഈ സിനിമാ ഹാളുകളിലെ എക്കോയൊക്കെ ഈ പ്രതിപതനത്തിന് കളിയാണ്. ചിലപ്പോൾ ഞാൻ വല്ല തമാശയും പറഞ്ഞാൽ നീ അത് മനസ്സിലാക്കാൻ ഒന്നുകൂടി പ്രതിഫലിപ്പിച്ച് കേൾക്കാറില്ലേ? ഹാ, നിന്റെ തമാശ എനിക്ക് ഒറ്റ കേൾവിയിൽ തന്നെ നീചമർദ്ദം മേഖലയുണ്ടാക്കും. അതുകൊണ്ട് അതിന്റെ ആവൃത്തി വളരെ കുറവായിരിക്കും. ഹേ, എനിക്ക് ഹെഡ്സിന്റെ ശാപം കിട്ടൂ എന്ന പേടി. എന്തായാലും ഈ പാഠം ഇപ്പോൾ അത്ര കഠിനമായി തോന്നുന്നില്ല. നമ്മൾ പരസ്പരം സംസാരിച്ചപ്പോൾ ഒരുതരം ഊർജ്ജ കൈമാറ്റം നടന്ന പോലെ. അതെ, ഒരു തരം തരംഗചലനം. ഇനി അടുത്ത പാഠം വരുമ്പോൾ നമുക്ക് അടുത്ത അനുനാദം ഉണ്ടാക്കാം.